Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ EVSലെ ദ എർത്ത് വി ലിവ് ഇൻ എന്ന യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൂട്ടുകാരൊക്കെ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ എഴുതി നോക്കുക. എന്നിട്ട് രക്ഷിതാക്കളുടെ സഹായത്തോടെ നമ്മുടെ ആൻസർ പാർട്ട് നോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കണ്ടുപിടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് എർത്ത്. നമ്മുടെ നോട്ട്സിൽ തന്ന ചോദ്യം തന്നെയാണിത്. ഡാഷ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് എർത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ദെയർ ഇൻ ഇന്ത്യ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ വേർഡ് സൺ. സ്കൈ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൈയുമായി ബന്ധപ്പെട്ട 2 വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ്. അങ്ങനെ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 മാർക്സ്. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവർ സിംബൽസ്, നമ്മുടെ സിംബൽസ്. നാഷണൽ ഫ്ലവർ, നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ്, നാഷണൽ എംബ്ലം ആൻഡ് നാഷണൽ ട്രീ. ഇതെല്ലാം ശരിയാക്കിയാൽ 5 മാർക്ക്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സെവൻത്ത് വൺ നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. കളർ ദ ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇറ്റ്. അപ്പം നമ്മുടെ നാഷണൽ ഫ്ലാഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കളർ ചെയ്യുക. അതിനുശേഷം അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ 8th ക്വസ്റ്റ്യൻ, മൂൺ കനോട്ട് ഷൈൻ ഇറ്റ് സെൽഫ്. ദെൻ ഹൂ ഗേവ് ദ ലൈറ്റ് അറ്റ് നൈറ്റ്. ഇത് നമ്മൾ നോട്ടിൽ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. മൂണിന് സ്വന്തമായി തിളങ്ങാൻ പറ്റില്ല. അപ്പോഴാരാണ് രാത്രിയിൽ നമുക്ക് വെളിച്ചം തരുന്നത്. ദെൻ 9th വൺ, റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഓൺ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ്. പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിനുള്ള എക്സ്പെരിമെൻ്റൽ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് 5 മാർക്സ്. അപ്പോൾ ഇത്രയാണ് ഈ 9 ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർ എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ആൻസർ പാർട്ടിലോട്ട് പോവാം. ഒന്നാമത്തെ ആൻസർ ഗ്ലോബ് അല്ലേ. മോഡൽ ഓഫ് എർത്ത്, അതാണ് മോഡൽ ഗ്ലോബ്. ദെൻ സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ എർത്തിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണെന്നായിരുന്നു. ദെൻ ഇറ്റ് ഈസ് സൺ. ദെൻ ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? 28. ദെൻ വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് എർത്ത്? ഇറ്റ് ഈസ് റൗണ്ട്. ദെൻ വേർഡ് സൺ പൂർത്തിയാക്കായിരുന്നു. സ്കൈയുമായി ബന്ധപ്പെട്ട് സ്കൈയിൽ സൺ ഉണ്ട്, അതുപോലെ തന്നെ മൂണും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ദെൻ നാഷണൽ സിംബൽ നോക്കാം. ഫ്ലവർ ലോട്ടസ്, ആനിമൽ ബംഗാൾ ടൈഗർ, ദെൻ ബേർഡ് പീകോക്ക്, എംബ്ലം ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക, ദെൻ ട്രീ ബനിയൻ ട്രീ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് നോട്ട്സും ആ ഒരു വീഡിയോക്കകത്ത് ഉണ്ട്. ദെൻ 7th വൺ, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ കളർ ചെയ്യാനാണ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് എഴുതാനും. ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്. മേലെ സാഫ്രോൺ, മിഡിൽ വൈറ്റ്, ദെൻ ഡൗൺ ഗ്രീൻ. Then the Indian national flag has saffron color on top, white in the middle and green at the bottom. It has Ashoka chakra with 24 spokes of blue color in the middle. ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. Then 8th one, the moon reflects the sun's light falling on it. This is the reason for the moon's glow and the moon light at night. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ എക്സ്പെരിമെൻ്റൽ നോട്ട് എഴുതാനാണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളിതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് രക്ഷിതാക്കളുടെ സഹായത്തോടെ മാർക്ക് ഇടുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.